ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സർവ്വസാധാരണമായി ഫോൺ പേയിലും ഗൂഗിൾ പേയിലുമൊക്കെ ഓട്ടോ പേ എന്നൊരു ഫംഗ്ഷൻ നിലവിലുണ്ട്. നമ്മൾ പെയ്ഡായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുമ്പോൾ AI ടൂൾസ് ആണെങ്കിലും എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ആണെങ്കിലും പെയ്ഡായിട്ടുള്ളവ ഉപയോഗിക്കുമ്പോൾ മന്ത്ലി 199, 299 അങ്ങനെ ഒരു പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കേണ്ടതായി വരും. ഇത് ഓട്ടോ പേ ഓൺ ചെയ്താലേ നമുക്ക് കൃത്യമായ രീതിയിൽ എല്ലാ മാസവും പേയ്മെൻറ്റ് നടക്കുകയുള്ളൂ. എന്നാൽ പല ആപ്ലിക്കേഷനുകൾക്കും ഓട്ടോ പേ ഓപ്ഷൻ 20 വർഷത്തേക്കിനും 30 വർഷത്തേക്കിനുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുമൂലം ഈ ഓട്ടോ പേ വളരെയധികം കാലത്തേക്കിന് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് പോലും തുക കട്ടാകുന്ന രീതിയിലാണ് അവർ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ സമയത്തൊക്കെ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ കയറി നമുക്ക് ഈ ഓട്ടോ പേ ഓഫ് ചെയ്യാനൊരു സംവിധാനം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആപ്ലിക്കേഷനുകൾ നടത്തുന്നവരെല്ലാം അത് വളരെ കൗശലകരമായ രീതിയിൽ അവരുടെ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ മാത്രമേ ഓഫ് ചെയ്യാൻ സാധിക്കൂ എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഓട്ടോ പേ എന്ന ഓപ്ഷൻ ഉപയോഗിക്കേണ്ടി വരുന്ന ആപ്ലിക്കേഷനുകൾ വരും കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ഒരിക്കൽ ഓണാക്കിയാൽ പിന്നീട് അത് ഓഫാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ക്രാഫ്റ്റ് എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഓട്ടോ പേ ഓണായിരുന്നു. അത് ഓഫാക്കുന്നതിന് വേണ്ടി വളരെ ഇമെയിൽ അയക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആ ഓട്ടോ പേ ഓഫാക്കാൻ പറ്റിയത്. ഗൂഗിൾ പേയിലൂടെ നിസ്സാരമായി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓഫാക്കാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് നടക്കില്ല. മറ്റ് പെയ്ഡ് ആപ്ലിക്കേഷനുകളിലൊക്കെയും ഇപ്പോൾ അവരവരുടെ വെബ്സൈറ്റുകളിൽ കയറി ഓട്ടോ പേ ഓഫാക്കേണ്ട ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തത്. തുടർന്നും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി വീഡിയോകൾ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഗുഡ് ബൈ.